ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ വെനസ്ഡേ, ദാറ്റ് ഈസ് അവർ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾക്ക് കുറേ നാളായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ, അതായത് ഞാനിതൊക്കെ സൂക്ഷിക്കുന്ന ആളാണ്. സ്കിന്ന്, ഹെയർ, ജനറലി എൻ്റെ ഔട്ട്സൈഡ് അപ്പിയറൻസും പിന്നെ ഇൻസൈഡ് ആരോഗ്യപരമായ രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ. ഫുഡ് ഹാബിറ്റ്സ് ഒന്നും അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, എങ്കിലും അറിവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്കിന്നും ഹെയറും ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പിന്നെ ഉള്ളിൽ കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ധാരാളം ഫ്രൂട്ട്സ്, വെള്ളം, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫൈബർ റിച്ച് ഫുഡ്. എങ്കിലും നമ്മുടെ ഏജ് പോകുന്നതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും. ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റം അല്ലാണ്ട് കുറച്ച് പതുക്കെ പതുക്കെ പതുക്കെ, എന്താ പറയുക, നമ്മൾ പറയില്ലേ ഗ്രേസ്ഫുള്ളി ഏജിങ് എന്ന് പറയില്ലേ, ഏജിങ് ഗ്രേസ്ഫുള്ളി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ഭയങ്കര ചെറുപ്പത്തിൽ നിന്നും ഒറ്റയടിക്ക് നമ്മുടെ സ്കിന്നും പോയി, ഹെയറും പോയി, എല്ലാം പോയിട്ട് ഓൾ ഓഫ് എ സഡൻ നമ്മളങ്ങ് വയസ്സായതുപോലെ അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്ത് കുറഞ്ഞതുപോലെയൊക്കെ ആയാൽ അത് കാണുന്നവർ തന്നെ അതിശയത്തോടെ നോക്കും. അയ്യോ, എന്ത് പറ്റി, കുറച്ച് നാൾ മുമ്പ് നല്ലതായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് മോശമായല്ലോ എന്ന് തോന്നും. അത് വരാത്ത രീതിയിൽ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. DIY ചെയ്യുന്ന, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, നാച്ചുറൽ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാഭമാണ്, പൈസ ചിലവില്ല. രണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമുക്ക് ചുറ്റുമുള്ള നേച്ചർ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതെപ്പോഴും നമുക്ക് വിശ്വസിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ നല്ല ബ്രാൻഡുകളുടെ എന്താ പറയുക, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോൾ ക്രീംസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പലതരം ക്രീമുകൾ, മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻസ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെയെല്ലാം സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നല്ല ക്രീംസൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നൈറ്റ് ക്രീംസൊക്കെ. പിന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഉറങ്ങുന്നതിന് മുന്നേ. പ്രത്യേകിച്ച് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടി പരസ്പര പൂരിതമാണ്. രണ്ടും കൂടി ഒന്നിച്ച് ഉപയോഗിക്കുമ്പോഴാണ് രണ്ടിൻ്റെയും ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയും അകത്ത് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുകയും പിന്നെ നമ്മൾ ഫുഡിലൂടെ നല്ല കാര്യങ്ങൾ കഴിച്ച് നമ്മൾ ആ ഫുഡിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടത്. അല്ലാണ്ട് ഫുഡിലൂടെ തന്നെ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണം, അയൺ ടാബ്ലറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാൽഷ്യം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് വരും. പിന്നെ ഇപ്പം എല്ലാവർക്കും കുറവെന്ന് പറയുന്ന കാര്യങ്ങൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ഒക്കെയാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് സാധാരണയായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പം അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഓൾവേസ് നൈസ്. നമ്മൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പ്രിലിമിനറി ആയിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അതായത് ഫേസ്, ഹെയർ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കൈ കാലുകളുടെ എല്ലാം ഒരു ഭംഗിയും വൃത്തിയും അതുമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണ കാര്യം എന്താണല്ലേ? ഓക്കെ, ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുഖത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുക, നന്നായിട്ട് ബ്രൈറ്റ് ആക്കുക, ഡള്ളായിരിക്കുന്ന സ്കിന്നിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ഈ റിജുവിനേഷൻ എന്ന് പറയുമ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലക്ഷൻ, അതായത് നമ്മുടെ നിറത്തിനൊക്കെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന കാര്യം. മെയിനായിട്ട് നമ്മുടെ മുഖത്തുള്ള പാടുകൾ, ചെറിയ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യുക. അതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് അത് വരുന്നത്, മാറ്റം വരുന്നത്, ബ്രൈറ്റ്നസ്. പിന്നെ ഡള്ളായിരിക്കുന്ന സ്കിന്നെ ഒന്ന് റിജുവിനേറ്റ് ചെയ്തെടുക്കണം. പിന്നെ എന്താ പറയുക, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈൻ ലൈൻസ്. പ്രായത്തിന് ഏറ്റവും കൂടുതൽ പ്രായമായി എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? സ്കിന്ന് പ്രായമായി എന്ന് തോന്നുന്നു സ്കിന്ന് സാഗ് ചെയ്യുമ്പോൾ തൂങ്ങി തുടങ്ങുക. പിന്നെ അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരിക, ചെറിയ വരകളും ചെറിയ എല്ലാം. എല്ലാം നല്ലത് തന്നെയാണ്. വരകൾ വന്നു അല്ലെങ്കിൽ റിങ്കിൾസ് വന്നു എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നല്ല. അത് ഒരു സമയം പോലെ ഗ്രാജുവലി വരും, നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങൾ വരും. അത് നാച്ചുറൽ പ്രോസസ്സാണ്, അത് ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സമയം കൊടുക്കുക. കുറച്ചു കാലം കൂടി നമുക്ക് നമ്മുടെ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള അപ്പിയറൻസ് എൻജോയ് ചെയ്യാനും അത് കുറച്ച് നല്ലതായിട്ട് ഫ്ലോണ്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന കുറച്ച് കാലം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസ്ഫുള്ളായിട്ട്
ഏജ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ആ റിങ്കിൾസും അതും ഒരു സൗന്ദര്യമാണ്. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വന്നു കഴിയുമ്പോൾ അത് മറ്റൊരു സൗന്ദര്യമാണ്. അത് ഏജ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഇപ്പം നമ്മൾ കളർ ചെയ്യുമല്ലോ, തലമുടിയെല്ലാം നരച്ചു തുടങ്ങുമ്പോൾ ഒരു 40 തൊട്ട് ആൾക്കാർക്ക് നര വന്നു തുടങ്ങും. ചിലർക്ക് കൂടുതൽ വരും, ചിലർക്ക് നേരത്തെ ബാലനര എന്ന് പറഞ്ഞ് നേരത്തെ വരും. പക്ഷേ നമ്മൾ ഒരു പ്രായം വരെ നമ്മൾ കളർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ സ്കിന്നും നമ്മുടെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെറുപ്പമായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് തലമുടി മാത്രം നരച്ചിരിക്കുമ്പോൾ വിഷമാവും. ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ കളർ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ ആൾ ചെറുപ്പമായിട്ടിരിക്കും. കാര്യം സ്കിന്നിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഹെയർ മാത്രം കളർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്കിന്നും ഒക്കെ നമുക്ക് റിങ്കിൾസ് ഒക്കെ വന്ന് നമ്മൾ നല്ലതായിട്ട് വയസ്സായി തുടങ്ങിയെന്ന് നമുക്ക് തന്നെ കാഴ്ചയിലും അപ്പിയറൻസിലും ഒക്കെ തോന്നുമ്പോൾ കളർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം ആ ഒരു നരച്ച മുടിയോടുകൂടി നടക്കുമ്പോൾ അത് മറ്റൊരു ഭംഗിയാണ്. അപ്പോൾ ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു ടേമാണ്. ദാറ്റ് ഈസ് വയസ്സായപ്പോഴത് ഒരു ഭംഗിക്കുറവ്, അഭംഗിയൊന്നുമല്ല. പക്ഷേ അത് നമുക്ക് കുറച്ച് നാളും കൂടി പ്രൊലോങ് ചെയ്യാൻ, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാഴ്ചയിലും ആ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. പക്ഷേ നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ ഏജ്ഡായി വരുമ്പോൾ നമ്മൾ അതിനെയും നമ്മൾ എംബ്രേസ് ചെയ്യുക, നമ്മൾ അതിനെയും സ്വീകരിക്കുക, അതും നമ്മൾ ഇഷ്ടപ്പെടണം. അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും മുഖത്തിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പല 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 റെമഡീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോം റെമഡീസ്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഹോം റെമഡിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ റെമഡി എന്ന് പറയുന്നത് മുഖത്ത് ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ദിവസവും ചെയ്താൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. എങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഡ്രൈ ഔട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ചെയ്താലും കുഴപ്പമില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ആ ഡ്രൈ സ്കിന്നിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിൽ ഹണിയൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് നാച്ചുറൽ ഹൈഡ്രേഷൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് എന്താ പറയുമ്പോൾ നമ്മുടെ കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന കാര്യം എന്താണ്? റൈസ് വാട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അതിലൊരു കാര്യമാണ് പ്രധാനം. ഇത് നമ്മുടെ കഞ്ഞിവെള്ളം, സാധാരണ കഞ്ഞിവെള്ളമല്ല, ഇത് ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ. കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ട് പുളിച്ചതാണ്. അത് പുളിപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓക്കെ, ഒരുപാട് 2-3 ദിവസം പുറത്ത് വെച്ച് പുളിപ്പിക്കരുത്, ഭയങ്കര സ്മെല്ലി ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് അതൊന്ന് ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇതൊരു 3-4-5 ദിവസം വരെ ആ ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യം, നമ്മൾ എല്ലാ ദിവസവും കഞ്ഞി വയ്ക്കുന്നവരാണെങ്കിൽ തലേ ദിവസത്തെ എടുത്തിട്ട് ഫെർമെൻറ്റ് ചെയ്താൽ മതിയല്ലോ, അത് ഓക്കെയാണ്. ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളത്തിൽ ഫെറൂളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെറൂളിക് ആസിഡ് ഇത് ഒരു എന്താ പറയുക, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമുക്ക് സ്കിൻ ഡാമേജസിൽ നിന്നും, അതായത് സൺ കൊണ്ടുണ്ടാകുന്ന സ്കിൻ ഡാമേജസിൽ നിന്നും, സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന ഡാമേജസ് ഉണ്ടാവുമല്ലോ, ടാനിങ് പോലെയൊക്കെയുള്ള കുറേ ഡാമേജസ് ഉണ്ട്. ആ ഡാമേജസിനെയൊക്കെ റെക്ടിഫൈ ചെയ്ത് അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ വരാണ്ട്, അല്ലെങ്കിൽ വന്നത് തന്നെ കുറച്ചുകൊണ്ട് വരാനുള്ളൊരു ടെൻഡൻസിയും ഈ റൈസ് വാട്ടറിനുണ്ട്. ഓക്കെ, ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ, അപ്പോൾ അത് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള റെമഡിയാണ്. പിന്നെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അതൊക്കെ ഫെയ്ഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ നല്ല മുഖത്ത് കുറച്ചുകൂടെ ഈവൻ ആയിട്ടുള്ളൊരു കംപ്ലക്ഷൻ, ഈവൻ ടോൺ കിട്ടും. ഓക്കെ, പല ഭാഗത്തും പല കളറല്ലാണ്ട് കുറച്ച് എല്ലാ ഭാഗത്തും ഒരുപോലത്തെ നിറമായിട്ട് വരും. പിന്നെ നല്ലൊരു സ്കിൻ കളർ ബ്രൈറ്റനിങ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കി തരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ. സ്കിന്നിൻ്റെ എന്താ പറയുക, നാച്ചുറൽ ബാരിയർ ഉണ്ടല്ലോ, ഒരു നാച്ചുറൽ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യുകയും സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ കഞ്ഞിവെള്ളം. അതൊക്കെ ഉണ്ട്. ഡ്രൈ ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് കുറച്ച്, ഇത് പല കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ചൊരു ഡ്രൈനെസ് ചിലപ്പോൾ കണ്ടിന്യൂസ് യൂസ് കൊണ്ടുവരും. പക്ഷേ എങ്കിലും ഒരു നാച്ചുറൽ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനുള്ളൊരു കഴിവും കൂടി ഈ കഞ്ഞിവെള്ളത്തിനുണ്ട്. കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആണ്, വൺ വേ, നല്ലതായിട്ടൊരു മോയ്സ്ചർ തരും സ്കിന്നിന്. ഇതിൽ നിന്നും കുറച്ചെടുക്കും. ഓക്കെ, ദാറ്റ് ഇസ് മെയിൻ തിങ്. രണ്ടാമത് ഹണിയാണ്. ഓക്കെ, നല്ല ശുദ്ധമായ ഹണി എടുക്കുക. ഹണി എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ബെസ്റ്റാണ്. നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഗ്ലിസറിൻ ചെയ്യുന്ന പോലെ മോയ്സ്ചർ കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ലോക്കിൻ ചെയ്ത് പുറത്തുനിന്നുള്ളത് പോലും നമുക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുതരും. അതൊരു കാര്യം. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം ചേർക്കുന്ന അലോവേറയാണ്. അലോവേറയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് ഭയങ്കര നല്ല പ്രോപ്പർട്ടീസാണ്. അലോവേറ ജെൽ, നാച്ചുറലായിട്ടുള്ള അലോവേറ എടുത്ത് ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ചെടിയിൽ നിന്നും പറിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുത്ത് ഉപയോഗിക്കാം. പക്ഷേ എല്ലാവർക്കും അത് ശരിയാവില്ല. ചിലർക്കത് അലർജിക്കാണ്. പ്രത്യേകിച്ച് എനിക്കത് ഭയങ്കര അലർജിക്കാണ് ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, നാച്ചുറലായിട്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ജെല്ലായിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ജെൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാലും ഓക്കെയാണ്.
അപ്പോൾ അലോവേറ ആയിരിക്കും ഞാൻ ഉപയോഗിക്കാൻ പോണ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, അലോവേറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡീപ്പായിട്ടുള്ളൊരു ഹൈഡ്രേഷൻ കിട്ടും. ഡീപ്പ് പെനിട്രേറ്റിംഗ്, സ്കിന്നിനകത്തേക്ക് പോയിട്ടൊരു ഹൈഡ്രേഷൻ തരും നമുക്ക്. മാത്രമല്ല അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നീര് പോലെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഉണ്ടെങ്കിൽ അത് കുറച്ച് തരും. മുഖമൊക്കെ സ്വെല്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സൂത്തൻ ചെയ്ത് കുറച്ച് തരും. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയലാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം വരാണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് ഭയങ്കര സൂത്തനിങ് ആണ്. സ്കിന്നിന് ഭയങ്കര, നമുക്ക് എന്തെങ്കിലും മുഖമൊക്കെ ഒന്ന് തടിച്ച് ചുമന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ചെറുതായിട്ടൊരു റെഡിഷ് ഇതൊക്കെ വരികയാണെങ്കിൽ അലോവേറ ജെല്ല് മാത്രം ഇട്ടാൽ മതി. അത് നല്ല സോഫ്റ്റ് ആൻഡ് സൂത്തൻ്റ് ആയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് കൂളിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, കൂളായി കിട്ടും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അലോവേറ ജെല്ലിന് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഉപയോഗിക്കാം. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ് അലോവേറ ജെൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അലോവേറ ജെല്ല് മാത്രമായിട്ട് ദിവസം വേണമെങ്കിലും നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ട് പറ്റും. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളത്തിന് വേറൊരു ഗുണം കൂടിയുണ്ട്. അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൻറ്റി ഓക്സിഡൻസ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒന്നും വരാണ്ട് ഫ്രീ റാഡിക്കൽസിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ രക്ഷിച്ചെടുക്കാനുള്ളൊരു കഴിവും കൂടി നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് ഹണിയുടെ കാര്യം. ഹണിക്കകത്താണെങ്കിലും ധാരാളമായിട്ട് ഈ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽസിനെ എല്ലാം തുരത്തി ഓടിക്കാനായിട്ട്, അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള, നമ്മുടെ സ്കിന്നിനെ രക്ഷിക്കാനുമുള്ള ഒരു കഴിവ് ഹണിക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചേർക്കണം. ഓക്കെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കത്തി വെച്ചു. കാര്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ മുഖത്ത് പറ്റുന്ന അതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ അറിയണ്ടേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം പുറത്ത് വെച്ച് നല്ല കട്ടിയാകും. ഓക്കെ, തലേദിവസത്തെ കഞ്ഞിവെള്ളം, നമ്മൾ കഞ്ഞിവെള്ളം തന്നെ രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നല്ല തിക്കായി, ഇത് കുറച്ച് ചെറിയൊരു പുളിപ്പുണ്ടാവുമല്ലോ, എന്തായാലും ഫെർമെൻറ്റഡ് ആണ്. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഹണി, ഒരു അര ടീസ്പൂൺ ഹണി കൂടി ചേർക്കുന്നു. പിന്നെ നമ്മൾ അലോവേറ ജെല്ലും കൂടി ചേർക്കും. അലോവേറ ജെല്ലൊക്കെ ഉപയോഗിച്ച് ഏതാണ്ട് പകുതി കാൽഭാഗമായി. ഓക്കെ, അത് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇതിപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ എടുത്തു, ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അലോവേറ ജെല്ല് ചേർക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഒന്ന് മാറി. ഇത് ഓൾറെഡി വൈറ്റാണ്, കുറച്ചൊരു ക്രീമി ടെക്സ്ചറിലേക്ക് പോകും. കുറച്ച് ക്രീമി ആയിട്ട് മാറും. അപ്പോൾ ഒരു ടീസ്പൂൺ എന്നുള്ളത് ഞാൻ 1.5 ടീസ്പൂൺ ചേർക്കുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം കട്ടിയായത്, ഫെർമെൻറ്റഡ് പുളിച്ച കഞ്ഞിവെള്ളം 1 ടേബിൾ സ്പൂൺ എടുക്കും. 1 ടേബിൾ സ്പൂണും കുറച്ചുകൂടി ഉണ്ടായിരുന്നു, 1.5 ടേബിൾ സ്പൂൺ. നല്ല മണം, അലോവേറയുടെ മണം. ഇത് ഇച്ചിരി നമ്മൾ ഈ വാങ്ങുന്ന ക്രീം ആകുമ്പോൾ ഇച്ചിരി മണമൊക്കെ. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ ആയിക്കഴിഞ്ഞു. ഓക്കെ, അതിൽ ഹണിയും ഉണ്ട്. ഇനി ഇത് മുഖത്ത് പരത്താം. ഓക്കെ, ഇതിൽ നിന്നും പൊട്ടെ എന്ത് തണുപ്പാന്ന് നോക്കി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു കഞ്ഞിവെള്ളം. അതായത് ഇന്നലത്തെ കഞ്ഞിവെള്ളം പുറത്ത് വെച്ച് പുളിപ്പിച്ചു. ഇന്ന് രാവിലെ ആയപ്പോൾ തന്നെ അത് പുളിച്ചു. ഉച്ചയോടുകൂടി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നല്ല തണുക്കും. അപ്പോൾ ഇത് ആവശ്യാനുസരണം, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര എടുത്താൽ മതി. ആദ്യം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. ചെറിയൊരു ക്വാണ്ടിറ്റി, സാധാരണ നമ്മൾ ക്രീമൊക്കെ തേക്കുന്ന പോലെ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാക്കാം. കഴുത്തിലും കൂടെ ഇടണം കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഫ്രണ്ടിൽ ക്യാമറയുടെ മുന്നേ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് കഴുത്തിലിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കഴുത്തും കൂടി ചേർത്തിട്ട് ഇത്രയും ഭാഗം കവർ ചെയ്യണം. നല്ല കൂളിങ് സൂത്തിങ് ഫീലിംഗ് ആണ് ഈ സമയത്ത്. അപ്പം സ്കിന്നിൽ എന്തെങ്കിലും റാഷസോ എന്തെങ്കിലും ചൊറിച്ചിലോ ഒരു തടിപ്പോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പരിപാടി കൊണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത് മാറിക്കിട്ടും. ഒരു 5 minutes ഓഫ് മസാജ്.
എപ്പോഴും മസാജസ് അപ്വേർഡ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സൈഡിലേക്ക്. ഗ്രാവിറ്റി എപ്പോഴും നമ്മളെ താഴേക്കാണ് വലിക്കുന്നത്, ലോകസത്യമാണത്. അതാണ് നമ്മുടെ സ്കിന്നൊക്കെ താഴേക്ക് പോകുന്നത്, എല്ലാം താഴേക്കാണ് ടെൻഡൻസി വരുന്നത് അല്ലേ. ഭൂമിയുടെ ആകർഷണം അങ്ങോട്ടാണ്, താഴേക്കല്ലേ. അപ്പോൾ അത് മനുഷ്യൻ്റെ കാര്യത്തിലും അതെ, നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി പോകുന്നത് എങ്ങനെയാണ്, താഴേക്കാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപ്വേർഡ് മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴും നടക്കുമ്പോഴും തല ഉയർത്തി പിടിച്ച് നടക്കുക. ഓക്കെ, കഴിയുന്നിടത്തോളം തല താഴ്ത്തേണ്ട അടുത്ത് താഴ്ത്തണം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അത് പൊതുവെ ഒരു നമ്മുടെ പോസ്ചർ എപ്പോഴും കുറച്ച് മേളിലേക്ക് നോക്കി അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ സമാധാനമായിട്ട് വൈകുന്നേരം ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്താലും മതി. ആഴ്ചയിൽ ഒരു 3 ദിവസം മിനിമം ചെയ്യാൻ നോക്കണം. 3 അല്ല, ഒരു 4 ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തോളൂ. ഇപ്പോൾ ഹണിയൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഹൈഡ്രേഷൻ കിട്ടും, ഡ്രൈ ഔട്ടായി പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഹണിയും ആലോവേറയും എല്ലാം കൂടി കമ്പൈൻ ചെയ്തത്. കാരണം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഒന്നും വരില്ല, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഒരു ആഴ്ചയിൽ 3 എന്നുള്ളത് 5 ദിവസം ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് ആദ്യം മുഖത്തിട്ട കാര്യങ്ങളൊക്കെ സ്കിന്നിലേക്ക് കുറച്ച് പിടിച്ചു. ഇനി ഞാൻ കുറച്ചുകൂടി ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് വയ്ക്കാൻ പോകും. അതിൻ്റെ മേലെ കൂടി ഇതിൻ്റെ നല്ല ഫുൾ എഫക്റ്റ് കിട്ടാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റിംഗ് ടൈം 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ മുഖത്ത് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫാനെല്ലാം ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഫാനിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കാറ്റെല്ലാം കിട്ടിയിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഡ്രൈ ആവും. കണ്ടോ, എല്ലാം സ്കിന്നെല്ലാം നല്ലതായിട്ട് പിടിച്ചു കഴിഞ്ഞു, ഡ്രൈ ആയി. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡ്രൈ. ചെറിയൊരു ഈർപ്പമുണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഒരു ഒട്ടൽ പോലെ, ക്രീമല്ലേ ഇതിങ്ങനെ സ്റ്റിക്കി. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോണേ, ഇത് ഇനി വാഷ് ചെയ്യാം. ഓക്കെ, വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. യെസ്, വി വിൽ വാഷ്. ഒരു ടവലിടാം എന്തായാലും, അല്ലെങ്കിൽ എൻ്റെ ടോപ്പെല്ലാം നനയും. യെസ്, കുറച്ച് കോട്ടൺ പാഡ്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. അത് വെച്ചിട്ട് തുടച്ചെടുക്കാം. ഇത് 15 മിനിറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് അരമണിക്കൂറോ 1 മണിക്കൂറോ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അത് ഇറ്റ്സ് ഓക്കെയാണ്. എത്ര നേരം കിടന്നാലും നല്ലത് തന്നെ. അടുത്ത കോട്ടൺ പാഡ് എടുക്കുന്നു. ഓരോന്നായിട്ട് എടുത്തിങ്ങനെ തുടച്ച് മാറ്റി. ഒരു ചെറിയൊരു എന്താ പറയുക, സ്റ്റിക്കിനെസ്, ഒരു ജെൽ ഫീലിംഗ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ജെല്ലിൽ ഇങ്ങനെ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ. ഇനി വെള്ളം വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തുടയ്ക്കും. കംപ്ലീറ്റ് വാഷായി. ഓ യെസ്, മുഖം നല്ല ബ്രൈറ്റ്, റിജുവിനേറ്റഡ്. ഒറ്റ പ്രയോഗം കൊണ്ട് തന്നെ, അതായത് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? നല്ലൊരു ഫ്രഷ് ഫീലിംഗ്, നല്ലൊരു ബ്രൈറ്റ്നെസ്, ഒരു ടാനൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറുന്ന പോലൊരു ഫീലിംഗ്. വെരി നൈസ്. സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. വെള്ളമാണ് കേട്ടോ, കുതി. എൻ്റെ ഐബ്രോസ് എല്ലാം ഇതായി കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന പിഗ്മെൻറ്റ്സ് ഒക്കെ മാറി എല്ലാം പോയി. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. നൈസ്. ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. നോക്കിക്കോളൂ, കാണുമ്പോൾ തന്നെ അറിയാലോ മാറ്റം. ഇനി ഇത് ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് ഇതിപ്പോൾ മുഖത്ത് കുറച്ചൊക്കെ ഇതിൻ്റെ എന്തായാലും ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഒരു ഇഫക്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒന്നും മോയ്സ്ചറൈസർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കാം. ഇതിങ്ങനെ
ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും മിനിമം ചെയ്യുക. പിന്നെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം വരെയും ചെയ്യും. നല്ല നൈസ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒന്നും വേണ്ട, വേറൊന്നും ഇല്ലെങ്കിലും അലോവേറ എല്ലാ ദിവസവും ഇടുന്നത് നല്ലതാണ്. സി നല്ല വ്യത്യാസം തോന്നുന്നില്ലേ? നല്ലൊരു ബ്രൈറ്റ്നെസ് ജനറലി തോന്നുന്നില്ലേ? ആ മുടിയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പോകും. ഓക്കെ, ബാക്കിലേക്ക് വെച്ച് തന്നെ ഫ്രണ്ടിലേക്ക് ആക്കി. ഓക്കെ, നൈസ്. അങ്ങനെ നമ്മുടെ കണ്ണാടി എടുത്ത് വെച്ചു. അങ്ങനെ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ക്രീം ട്രീറ്റ്മെൻറ്റാണ്. സാധാരണയായിട്ട് നമ്മളൊരു പാക്കാണല്ലോ, പാക്ക് എന്നാണ് പറയുന്നത്, പാക്ക് ട്രീറ്റ്മെൻറ്റ്. ദിസ് ഈസ് എ ക്രീം ട്രീറ്റ്മെൻറ്റ്. ഇത് ഒരു സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഒരു ക്രീം ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. ഈ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിരിക്കും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. പ്രശ്നമൊന്നുമില്ല. വേണമെന്നുള്ളവർക്ക്, എല്ലാവർക്കും വേണമെന്ന് തോന്നണമെന്നില്ല. ഇതിപ്പോൾ ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ആണ്. മോയ്സ്ചറൈസർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടുക. ഓക്കെ, പിന്നെ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ഇത് എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്കിന്നിൽ ചെയ്താലും അത് കഴിയുന്നിടത്തോളം രാത്രി ചെയ്യുക. അതായിരിക്കും നല്ലത്. ഡേ ടൈമിൽ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വെയിലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, സൺ ബ്ലോക്ക് ക്രീമൊക്കെ ഇടണം. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അത് തലവേദനയാണ്. പിന്നെ മാത്രമല്ല, പിന്നെ മേക്കപ്പ് ചെയ്യണം, ചെറുതായിട്ടൊക്കെ ടച്ച് ചെയ്യണം, പല കാര്യങ്ങളാണ്. പക്ഷേ വൈകുന്നേരം രാത്രി വീട്ടിലിരിക്കുന്ന സമയത്തെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് നമ്മൾ മുഖമൊക്കെ നല്ല നീറ്റായി കഴിഞ്ഞു, ഒന്നിൽ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടാണെങ്കിലും ഫേസൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താൽ രാത്രി പിന്നെ ഉറങ്ങുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബാക്കി വൈറ്റമിൻ ഇയും സിയും ഒക്കെ മുഖത്തിട്ടിട്ട് ഒരു നൈറ്റ് ക്രീമും കൂടി ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. നിറച്ച് വെള്ളം കുടിക്കാൻ മറക്കണ്ട. വാട്ടർ, ഉറക്കം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ വാചകം അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഉറക്കവും വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നിലാണ്. ഞാൻ പക്ഷേ ഐഡിയ നമ്മൾ പറയില്ലേ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന റീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ചിലപ്പോഴൊന്നും സാധിക്കാറില്ല എന്നുള്ളതാണ്. ആഗ്രഹമുണ്ട്. പിന്നെ എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്, ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ. എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യമാണ് അങ്ങനെ ഒരു ലൈഫ് പാറ്റേൺ കൊണ്ടുപോകണം. അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഒരു ദിവസം ഒരു 10-16 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഒരു മിനിമം 8 മുതൽ 12 ഗ്ലാസ്സെങ്കിലും കുടിച്ചാൽ നല്ലത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു 5-6-7-8 ഗ്ലാസ് വരെയൊക്കെ മാക്സിമം കുടിക്കുമായിരിക്കും, മനഃപൂർവ്വം വിചാരിച്ചാൽ. പക്ഷേ അതിലും കൂടുതൽ കുടിച്ചാൽ നല്ലത്. പിന്നെ അതുപോലെ ഉറങ്ങുന്ന കാര്യത്തിൽ ഒരു 8 അവേഴ്സെങ്കിലും ഉറങ്ങിയാൽ ഏറ്റവും നല്ലത്. ആ കാര്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് 4 to 5 hours എനിക്ക് ഉറങ്ങാൻ കിട്ടാറുള്ളൂ. ഉറക്കം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടുമല്ല. പക്ഷേ അത്ര സമയമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 4-5 മണിക്കൂർ മാക്സിമം, അതൊക്കെ എൻ്റെ ലക്ഷറിയാണ്. ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ലക്ഷറി ആയിരിക്കും. പക്ഷേ 4 to 5 hours ഉറങ്ങിയാണ് ഇപ്പോൾ ശീലം. അങ്ങനെ ശീലിച്ച് ഇപ്പോൾ ഒരു 4-5 മണിക്കൂറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു പാറ്റേൺ ആണല്ലോ, ആ പാറ്റേണിലേക്ക് അങ്ങ് സെറ്റായി. അപ്പോൾ ഞാൻ പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, 8 hours എങ്കിലും മിനിമം ഉറങ്ങാൻ നോക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ. അഡൽട്ട്സ്, കുട്ടികളാണെങ്കിൽ മോർ ദാൻ ദാറ്റ് 8 മണിക്കൂർ കൂടുതൽ മസ്റ്റായിട്ട് ഉറങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, നല്ല ന്യൂട്രിറ്റീവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. വില കൂടിയ ഭക്ഷണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വില അങ്ങനെ നോക്കുക, വില ഇല്ലാത്ത ഭക്ഷണം കഴിക്കാം, പക്ഷേ ന്യൂട്രിറ്റീവ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പപ്പായ പോലുള്ള കാര്യങ്ങൾ, പേരയ്ക്ക, ഇതൊക്കെ നല്ല ഫ്രൂട്ട്സാണ്. അതൊക്കെ കഴിക്കുക. എക്സോട്ടിക് വില കൂടിയ ഫ്രൂട്ട്സിനൊന്നും പോകണ്ട, അതൊക്കെ മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ, നല്ല പയറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, പലതരം പയറുകൾ, അതെല്ലാം നമുക്ക് നല്ലതാണ്, പ്രോട്ടീൻ റിച്ചാണ്. മുട്ട വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ, മുട്ട നമ്മുടെ ഡയറ്റിൽ കയറ്റാം. അങ്ങനെയൊക്കെ. ഇപ്പോൾ പാലൊന്നും അങ്ങനെ കുടിക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പാല് കുടിക്കാനേ പാടില്ല എന്ന് പറയുന്നത്, ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷെ തൈര് കഴിക്കാം. തൈരൊക്കെ വളരെ നല്ലതാണ്. പാലോറ് കഴിച്ചിട്ട് തൈരായിട്ട് കുടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്രീം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഎക്സ്പെൻസീവാണ്. നമ്മുടെ എല്ലാ വീടുകളിലുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം. നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ കഞ്ഞിവെള്ളം ഏത് അരിയുടെ കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ചമ്പാവരിയോ വൈറ്റ് റൈസോ എനിത്തിങ് ഈസ് ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഹണിയും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. തേൻ, കാര്യം ഒരു പൊള്ളൽ വന്നാൽ പോലും ആൾക്കാർ തേനാണ് എടുത്ത് പുരട്ടാൻ നോക്കുന്നത്, പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ തേൻ ഒരു മസ്റ്റായിട്ട് വീടുകളിൽ കാണും. ഒരു കുപ്പി തേൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഉള്ള അലോവേറ ജെല്ലാണ്. അത് നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അത് വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. അലോവേറ ജെല്ലും ബേൺസിനൊക്കെ നല്ലതാണ്, ഒന്ന് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, സ്കിന്നിൻ്റെ സൂത്തനിങ് ഇഫക്റ്റാണ്, നല്ല ഒരു
എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസമോ 5 ദിവസമോ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പോകാം. നിങ്ങളുടെ സ്കിന്നുമായിട്ട് ഇത് ചേർന്ന് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. എല്ലാവർക്കും ഒരേ സ്കിന്നല്ല. അതുകൊണ്ട് മാത്രം ഈ ഭാഗത്തേക്ക് പുരട്ടിയിട്ട് ഒരു 6-7 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അലർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മുഖത്ത് വരട്ടെ. മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ മുഖത്ത് ചേരുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നിന് ചേരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ പാച്ച് ടെസ്റ്റ് മറക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് കണ്ടിട്ട് നിങ്ങളിത് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത വീഡിയോയിലോ എവിടെയെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു കമൻറ്റ് ചെയ്യാം, പക്ഷേ ഇത് റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.